ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? എന്തുപറ്റി? ഇന്നലെ രാത്രി ബാത്റൂമിലൊന്ന് സ്ലിപ്പ് ചെയ്ത് വീണതാ. അധികം പറഞ്ഞോ? ഇല്ല, ചെറുതായിട്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? അജി, എന്നോടൊന്നും ചോദിക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കണം? എത്ര എളുപ്പത്തിൽ രേഖയ്ക്ക് പറയാൻ കഴിയുന്നു? എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. വീണ്ടും ഒരിക്കലും മോൻ കാണരുതെന്നും ആഗ്രഹിച്ചതാ. പക്ഷേ എന്താ ഇത്? ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നെങ്കിലും ഒരിക്കൽ അജിയോട് എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ. മേനോൻ സാറുണ്ടോ? ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്കുക. ഓ, കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാ അച്ഛൻ അയാൾ കാണാൻ ചെന്നത്. ഇല്ലാത്ത ബാങ്ക് ബാലൻസിന്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛൻ അയാൾ സ്വാധീനിച്ചു. You try. താങ്ക് യു. അയാളുടെ സ്മാർട്ട്നെസ്, പേഴ്സണാലിറ്റി, എന്തോ അച്ഛൻ അയാളെ ഇഷ്ടപ്പെട്ടു. എന്താ മിസ്റ്റർ വിനോദ്, നിങ്ങൾ തേയിലയുടെ മാർക്കറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. തേയില മാത്രമല്ല, എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്. സാറിനോടൊരു കാര്യം പറയാം. ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി. വില ഒരാഴ്ച കൊണ്ട് 25 വന്ന് മുട്ടാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ. മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക. ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു. ഇതിന്റെ റിയാക്ഷനാ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ്. ഇനിയും താഴും. സാർ വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത്. സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. എന്നെ ധിക്കരിച്ചിട്ടാ അവനിവിടെ ഒന്നും ഇറങ്ങിപ്പോയത്. എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹം. അല്ല, വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ. ഓഹോ, അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന്. വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും. വിവാഹവും കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം മാറും. വിനോദിന് എന്താ ഒരു കുറവ്? മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത്. അടുത്ത 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ നീ വിനോദം തമ്മിലുള്ള വിവാഹം നടക്കും.
ഒടുവിൽ മംഗളമായൊരു വിവാഹം നടന്നു അല്ലേ? മംഗളമായൊരു വിവാഹം. എല്ലാം കാണിച്ച് എന്റെ രേഖയ്ക്ക് ലെറ്റർ അയച്ചിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? കിട്ടി. വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന്. മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ചു നിൽക്കണം. നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം. 2 വരികളിൽ അജി എഴുതിയ കത്ത്. രേഖയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമകനെ പറ്റി? കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ പലതും. ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ. പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഒടുവിൽ ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡെയ്സി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, വരാൻ പാടില്ലേ? വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ തോന്നി വിനോദിനെ ഒന്ന് കാണണമെന്ന്. ഒരു ടാക്സി വിളിച്ച് നേരെ ഇങ്ങ് വന്നു. ഫാക്ടറി ഓഫീസൊക്കെ ഒന്ന് കാണാലോ. എന്നായാലും നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ഓഫീസിന്റെ ഒരു കാര്യം എന്നെ ലിഫ്റ്റിൽ നേരെ മുകളിൽ കൊണ്ടുവിട്ടു. ഞാൻ പിന്നെ നടന്ന് താഴെ ഇറങ്ങി വരിക. നല്ല സമയത്ത് എഴുന്നള്ളത്ത്. രേഖയുടെ അച്ഛൻ അടുത്ത ക്യാബിനിലുണ്ട്. നീ ഒന്ന് വേഗം പോവാൻ നോക്ക്. വൈകിട്ട് ഞാനങ്ങ് വരാം. ഫാദറിലായ ഇത്ര പേടിയാ? ഡെയ്സി, നീ ഒന്ന് വേഗം പോയേ പ്ലീസ്. നീ എന്റെ മോളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എല്ലാം നേടിയെന്ന് അഹങ്കരിക്കരുത്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും സ്വത്തുക്കളും എല്ലാം രേഖയുടെ പേരിലാണെന്ന കാര്യം മറക്കണ്ട. എന്റെ ഒരേ ഒരു നിർബന്ധത്തിന് വഴങ്ങിയ നിന്നെ അവള് വിവാഹം കഴിച്ചത്. അവളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, എനിക്കത് സഹിക്കാനാവില്ല. എന്റെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി മേലിൽ ആ ഡാൻസർ പെണ്ണിനെ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അന്നത്തെ വഴക്കിന് ശേഷം മരിക്കുന്നത് വരെ അച്ഛൻ വിനോദിനോട് സംസാരിച്ചിട്ടേയില്ല. ഈ ഡെയ്സി വിനോദിന്റെ കാമുകിയായിരുന്നു? ആരെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. ഡെയ്സിയുമായുള്ള എല്ലാ ബന്ധവും വിനുവേട്ടൻ അവസാനിപ്പിച്ചുവെന്നും ഞാൻ വിനുവേട്ടനോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു. ഭർത്താവിനൊരു കാമുകി ഉണ്ടെന്നറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഉള്ളിലൊതുക്കി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നാളെ ഞാൻ തിരിച്ചു പോവാ. വേണ്ടാത്തൊക്കെ ആലോചിച്ച് രേഖ മനസ്സ് വിഷമിപ്പിക്കരുത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. എന്തിരിപ്പാ സാറേ ഇത്? ആരെ തോൽപ്പിക്കാനാ? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ല ചോദ്യം. ആളെ കാണാണ്ടായാ പിന്നെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാറിനെ കാണാഞ്ഞ് രേഖക്കുഞ്ഞോടെ വിഷമിച്ചിരിക്കുക. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത്. കാര്യം മുറച്ചെടുക്കാനായിരിക്കാം, ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കാം, ഒക്കെ ശരി. ബംഗ്ലാവിൽ ചെല്ലുമ്പോഴൊക്കെ രണ്ടും കൂടി കുണു കുണു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും.
കത്താതെ സൂക്ഷിച്ചില്ലേ കത്തിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണ് വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും ഭാര്യയും പോവും. ഭാര്യ പോണേ അങ്ങോട്ട് പോട്ടെ. അല്ല സ്വത്ത് പോവെന്ന് പറയായിരുന്നേ. താൻ പൊയ്ക്കോ. അല്ല എങ്ങനെയെന്ന് പോകാൻ. ഓ. ഇയാൾക്ക് പപ്പ താ അല്പം കുടിച്ചോടോ എന്ന് പറഞ്ഞാൽ എന്താ? നക്കിയല്ലേ, ഭാര്യയുടെ ചെലവ് കഴിയുന്ന നക്കി. ഇനി കുടിക്കാൻ പറഞ്ഞ എന്റെ പട്ടി കുടിക്കും, പട്ടി. താൻ പോയില്ലേ? പൂവായി. ഓ ഇവളെ കണ്ട ഇവനല്ല ഈ വയസ്സായ ഞാൻ വരെ വീണു. പപ്പൻ പറഞ്ഞത് കേട്ടല്ലോ. ഭാര്യയോട് പിണങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ ആണുങ്ങൾ കൊണ്ടുപോകും. അവള് കാമുകനുമായി ഇറങ്ങിപ്പോയാൽ ഒറ്റ പൈസ പിന്നെ കിട്ടില്ല. വിനോദിനെ അവള് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവള് ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്. വിനോദിനെ വിഡ്ഢിയാക്കാൻ ആർക്കും കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പൊയ്ക്കോ. രേഖേ, നീ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിനക്കെന്നോട് വെറുപ്പ് തോന്നില്ലേ? വിനുവേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. എന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നാ മതി. എന്റെ ജഗദീശ്വര ഭഗവാനെ. പപ്പേട്ടനെന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക്? മനുഷ്യരോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോ ഈശ്വരന്മാരെയൊക്കെ ഒന്ന് ബലത്തിൽ പിടിച്ച് നോക്ക. പോണ കണ്ടില്ലേ പിശാചുക്കള്? രണ്ടുപേരും വഴക്കായിരുന്നു. ഇതിൽ ആരാ മുതലാളി ആവാന്ന് അറിയാത്തോണ്ടാ ഞാൻ രണ്ടുപേരുടെ കൂടി നിന്നത്.
ഇപ്പൊ ദാ രണ്ടുപേരും കൂടി ഒരുമിച്ചായി. ദേ ഈ പപ്പൻ പാവ ഒരു ഇന്നസെന്റ് ആണേ. யார் நீங்க? உள்ள வாங்க. ஏதாவது டான்ஸ் ப்ரோഗ്രാം ബുക്ക് பண்ண வந்திருக்கீங்களா? உட்காருங்க. മലയാളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും, തമിഴിൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? എന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ടാ മിനുവേട്ടൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. വീണ്ടും നീ അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത്. നിന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പാവാട ചരടിൽ കെട്ടിയിട്ടിരിക്കുകയല്ല. നിന്റെ ഭർത്താവ് എന്റെ കിടക്കറ തേടി വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ടായിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം. പണത്തിന്റെ തൂക്കമനുസരിച്ച് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന സാമർത്ഥ്യം കിടക്കറയിൽ കാണിക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. നീയും ഞാനും ഒരേ തെറ്റ് തന്നെയാ ചെയ്യുന്നത്. സോറി, എന്നേക്കാൾ വലിയ തെറ്റാ നീ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് ജീവിക്കുമ്പോഴും കാമുകനുമായി കഴിയ. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. അത്രയ്ക്ക് തരം താഴാനും ഞാൻ തയ്യാറല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ, വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല സ്റ്റൈൽ ആൻഡ് ഡയലോഗ്സ്. നിനക്കിതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? കലക്കി. യെസ്, സ്പീക്കിംഗ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മിസ്സസുമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. അയ്യോ, ഞാനില്ല. പുറത്തു പോയുള്ള മദ്യപാനമൊക്കെ എന്നെ നിർത്തി. പിന്നെ ഒരു സ്മോൾ അടിക്കണമെന്ന് തോന്നിയാൽ മിസ്സസ് ഒഴിച്ചു തരും, കഴിക്കും. അത്രേ ഉള്ളൂ. ഹെൻപെക്ട് എന്നോ പെൺകോന്തൻ എന്നോ എന്ത് വേണേലും വിളിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. അതൊരു സുഖ. ഓക്കെ then. சார் ஆபீஸ்ல இருந்து கொடுத்து விட்டாங்க. രേഖേ, നിനക്കൊരു കത്തുണ്ട്. രേഖേ, വേഗം റെഡിയാൻ നോക്ക്. ഇപ്പൊ തന്നെ ഉച്ചയായി. മിനുവേട്ടൻ കുളിക്കുന്നില്ലേ? എനിക്ക് 2 മിനിറ്റ് മതി. വാ. പ്രിയമുള്ള രേഖയ്ക്ക്, ഞാൻ ഇന്നലെ രാത്രി 11:30 ഇവിടെ എത്തി. ഫ്ലൈറ്റിലിരുന്നപ്പോൾ നീയായിരുന്നു മനസ്സ് നിറയെ. ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന പഴയ കാലങ്ങൾ നിന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കൂടുതൽ വർണ്ണഭംഗിയോടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ അറിയാതെ തന്നെ തീഷ്ണത കൂടിയെന്ന്. മാനസികമായി എന്നെ ഒന്നായവരാണ് നമ്മൾ, അല്ലേ? അമ്മാവന് പറ്റിയൊരു ബുദ്ധിമോശം കൊണ്ട് നിന്റെ ജീവിതത്തിന് താളം തെറ്റിയില്ലെന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സാണ് നൊമ്പരം കൊള്ളുന്നത്. വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന് പറയാൻ രേഖേ, എനിക്ക് ഇന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനംനൊന്ത് നീ അവിവേകമൊന്നും കാണിക്കരുത്. നിനക്ക് ഞാനുണ്ട്. ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. മിക്കവാറും അടുത്ത മാസം ആദ്യം എനിക്ക് ഊട്ടിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും.
കൂടുതൽ വിവരങ്ങൾ പിന്നാലെ. സ്വന്തം അജി. ഞാൻ റെഡി. ഇനി സാറൊന്ന് കുളിച്ചു വന്നാൽ നമുക്ക് പോവാം. വിനോട്ടം കുളിച്ചില്ലേ? ഞാൻ മുഖം ഒന്ന് കഴുകി. എന്താ സാറേ ഇത്? ഹാൻഡ് ബാഗിനെ കുളിപ്പിക്കാൻ പോവാ? എന്നാ ചെല്ലേ. ഇതല്ല, ദേ അത്. ഇതോ? ആ, അതൊന്ന് എടുക്കോ? വിനോട്ട, ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഏത് സാരിയാ നിനക്ക് മാച്ച് ആകാത്തത്? അയ്യോ വിനോട്ട, എന്റെ ബാഗ് മറന്നു. കീ അതിലാ. ബാഗോ? ആ, എവിടെ വെച്ച്? ആ കടയിൽ. ബാഗിൽ അധികം രൂപയൊന്നും ഇല്ലല്ലോ. ഇല്ല, രൂപയില്ല. പക്ഷേ കീ ഇല്ലാതെ. ഓ, അത് സാരമില്ല. ഒരു കീ എന്റെ കയ്യിലും ഉണ്ടല്ലോ. അല്ല വിനോട്ട, നമുക്ക് ആ കടയിലൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ, ബാഗ് അവിടെ ഉണ്ടോന്നറിയാൻ? ഫോൺ ചെയ്ത് ചോദിക്കാം. അവിടെ ഉണ്ടെങ്കിൽ നാളെ പോയി എടുക്കാം. ഹനീഫാസ് അല്ലേ? ഞാൻ വിനോദ് മേനോനാ. എന്റെ വൈഫിന്റെ ഹാൻഡ് ബാഗ് അവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. കിട്ടിയോ? ശരി, നാളെ ഞങ്ങൾ വന്നെടുത്തോളാം. താങ്ക് യു.